ഗാസയിലെ യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കുന്നില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചാൽ ഹമാസ് മടങ്ങിവരികയും വീണ്ടും ആക്രമിക്കുകയും ചെയ്യുമെന്നും അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും നെതന്യാഹു പറഞ്ഞു. ഭാവിയിലെ ആക്രമണങ്ങൾ തടയുന്നതിനായി ഹമാസിന്റെ ഉന്മൂലനം ആവശ്യമാണെന്ന് നെതന്യാഹു പറഞ്ഞു. അവരുടെ സൈനികവും ഭരണപരമായ കഴിവുകൾ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. അത് ഇതുവരെ പൂർത്തിയായിട്ടില്ലെന്നും നെതന്യാഹു പറഞ്ഞു. ഹമാസിന്റെ സൈനിക ശേഷി തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞുവെന്നും മുതിർന്ന നേതൃത്വത്തെ ഇല്ലാതാക്കിയെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഒക്ടോബർ 23 പറഞ്ഞിരുന്നു. അതേസമയം തുർക്കിയും ഈജിപ്തും ഖത്തറും യുദ്ധം തടയാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും പുതിയ റൗണ്ട് ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്നും സൂചനയുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണമാണ് യുദ്ധത്തിന് തുടക്കമിട്ടത്. ആക്രമണത്തിൽ 1208 പേരുടെ ജീവനാണ് നഷ്ടമായത്. ആക്രമണത്തിനിടെ 251 ബന്ദികളെ ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയി. അവരിൽ 96 പേർ ഇപ്പോഴും തടവിൽ തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.